അപ്പോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതിപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിബിലീസിയിലുള്ള ഒരു ഫെസ്റ്റ്, അവരുടെ ഒരു ആനുവൽ ഫെസ്റ്റ്. അപ്പോൾ ആ ഒരു ഫെസ്റ്റ്, അതിലെ കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. സോ ഇയർലി ഒരു ടൈം, ഒരു ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് അവർ ഈ ഫെസ്റ്റ് പൊതുവെ വെക്കുന്നുണ്ടാവുക. സോ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. സോ സെപ്റ്റംബർ 20 and 21 ആയിരുന്നു ഇവർ ഈ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് 21 സെപ്റ്റംബർ ആ ഒരു ഡേയിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവർ മെയിനായിട്ട് കുറേ ടിബിലീസിയിൽ മെയിൻ സ്പോർട്സിലൊക്കെ ഇവർ വെച്ചിട്ടുണ്ടെങ്കിലും റിക്കി പാർക്കിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സോ റിക്കി പാർക്കിൽ നമ്മളെ പീസ് ബ്രിഡ്ജിലെ നമ്മൾ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പീസ് ബ്രിഡ്ജിൽ പോകുന്ന ഒരു വ്ളോഗ്. സോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആ പീസ് ബ്രിഡ്ജിൻ്റെ അവിടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ് കയറി സ്ഥലത്തെത്തി. നിയർ ബൈ ആട്ടോ, ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്താണ് പീസ് ബ്രിഡ്ജ് ഉള്ളത്. സോ അങ്ങനെ നമ്മൾ കയറി നേരെ പീസ് ബ്രിഡ്ജിലേക്ക് പോയി. അവിടെ നമുക്ക് സ്റ്റെപ്സ് ഉണ്ട് കയറാൻ. സോ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ ഈ ബ്രിഡ്ജ് കയറി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്താണ് റിക്കി പാർക്കുള്ളത്. അവിടെയാണ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഇത് ബ്രിഡ്ജിൽ കയറിയിട്ടുള്ള വ്യൂ ആണ്. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അല്ലെങ്കിൽ പീസ് ബ്രിഡ്ജിൽ പൊതുവെ തിരക്കാണ്, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അത്രയും ഹ്യൂജ് ക്രൗഡായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ജോർജിയൻസ് ആയാലും ടൂറിസ്റ്റ് ആയാലും ഒരുപാട് എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മളൊരു ഈവനിങ് ടൈം ആട്ടോ പോയത്, അപ്പോൾ കുറച്ചും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ഈ ബ്രിഡ്ജിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് അപ്പുറത്ത് എത്താൻ അത്യാവശ്യം നല്ല സമയം എടുത്തു കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ടൈം എടുത്തിട്ടാണ് നമുക്ക് അപ്പുറത്ത് എത്താനായിട്ട് പറ്റിയത്. അതുപോലെ ഈ ബ്രിഡ്ജിൻ്റെ താഴെ ലേക്കാണല്ലോ. അപ്പോൾ ഇവിടെ ലേക്കിൽ നമുക്ക് ബോട്ട് റൈഡിങ്ങും ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് പെർ അവറോ 30 മിനിറ്റ് എന്തോ 30 ജെൽ അങ്ങനെ എന്തോ ആണ്. ഞങ്ങൾ മുന്നേ വന്ന സമയത്ത് 30 ജെല്ലായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതും ബോട്ട് റൈഡിങ്ങും നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉണ്ടോ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കുറേ കുഞ്ഞു സ്റ്റോൾസൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാട്ടോ. പിന്നെ നമുക്ക് ബ്രിഡ്ജിൽ തന്നെ നമുക്കിങ്ങനെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ്, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാമല്ലോ ഇങ്ങനെ റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നത്. സോ നമുക്കത് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് കൊടുക്കണം എന്നേ ഉള്ളൂ. സോ അതും അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഓൾമോസ്റ്റ് ബ്രിഡ്ജിൻ്റെ എൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമുക്ക് സ്ട്രെയിറ്റ് നടക്കുകയാണെങ്കിൽ ആ സ്റ്റേജിലോട്ട് പോകാൻ പറ്റും. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറേ സ്റ്റോൾസും കാര്യങ്ങളും അതുപോലെ കുറേ ഫുഡ് ഏരിയാസും അങ്ങനെ കുറേ സംഭവങ്ങളാട്ടോ ഉള്ളത്. സോ ഇതാണ് അവിടുത്തെ മെയിൻ എൻട്രൻസ്. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേജ് കാണാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റേജ് കാണാൻ പറ്റും. ഇപ്പം ഞാൻ നേരെ സ്റ്റേജിലോട്ടായിട്ട് പോയത്. അവിടെ എന്തോ പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. സോ അതെന്താണെന്ന് നോക്കാനായിട്ട് ഞാൻ അങ്ങോട്ടാണ് ഫസ്റ്റ് പോയത്. സംഭവം ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ ഒരു ഫെസ്റ്റൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെയൊക്കെ തന്നെയാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാം സെയിം, അങ്ങനത്തെ ആ ഒരു സെയിം വൈബാണ് എനിക്ക് ഇവിടെയും കിട്ടിയത്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ഈ സംഭവം അത് വൈൻ സ്റ്റേഷനാണ്. പിന്നെ ജോർജിയൻസിൻ്റെ മെയിൻ വൈനാണല്ലോ, അതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ തന്നെ അവർ വൈന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വൈൻ സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ നടന്നു. അപ്പോൾ നമ്മൾ സ്റ്റേജാണ് ആ
ഏറ്റവും സെൻറ്ററിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആ പോകുന്ന പാത്തിൽ തന്നെ 2 സൈഡിലായിട്ട് കുറേ കുഞ്ഞ് സ്റ്റോൾസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതിന് ഇത് ഇപ്പുറത്തെ സൈഡിലാണ് ഫുഡ് സ്റ്റോൾസൊക്കെ, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്റ്റോളിൽ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, ടോയ്സും അതുപോലെ ഈ ബാഗ്, കുഞ്ഞു ഡ്രസ്സ്, അതുപോലെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ്, അങ്ങനത്തെ കുറേ കുഞ്ഞു സാധനങ്ങൾ, അതൊക്കെയാണ് ഇവരിവിടെ മെയിൻലി സെല്ല് ചെയ്യുന്നത്. 2 സൈഡിലും അങ്ങനെ കുറേ കുഞ്ഞു സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഇത് തന്നെ ഇവിടെയും വരുന്നത്. കുറേ കുഞ്ഞി ടോയ്സ്, അതുപോലെ മാല, കമ്മൽ, അങ്ങനത്തെ ആക്സസറീസ്, ബോ, അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് മെയിൻലി ഇവിടെ അവർ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നേരെ നടക്കുകയാണ്. ഇവിടെ ഫുള്ള് തിരക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ അവിടെ വേറൊരു സംഭവം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മുഖത്തൊക്കെ ടാറ്റു അല്ല, ലൈക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമല്ലോ, ഫേസ് പെയിൻറ്റിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ ആ സ്റ്റേജിലെത്തി. അപ്പോൾ അവിടെ ഓൾറെഡി പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. სცენაზე მართალია თავის შეიძლება ითქვას ახალ ნაბიჯებს გავს მუსიკალურ სამყაროში, მაგრამ სოციალურ ქსელებში შეიძლება ითქვას, რომ ბუმია მის ირგვლივ. მეც მისი გამომწერი ვარ, ყოველთვის ვუსმენ, ვუყურებ და ძალიან გულშემატკივრობ. თაკა მელიქიშვილი, მოგვილოცავს. მადლობა თაკა, მადლობა. ഞാൻ കുറച്ച് നേരം അവിടെ പ്രോഗ്രാമൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ എന്താണ് ബാക്കിയുള്ളതെന്ന് നമുക്കറിയണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നടന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെയുള്ള സ്റ്റോളിൻ്റെ അവിടെയൊക്കെ വന്നു. പക്ഷെ മെയിൻലി ഇവിടെ ഉള്ളത് ഫുഡ് തന്നെയാണ് കേട്ടോ. അതും നമ്മൾ മുന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചിക്കൻ ബാർബിക്യൂക്ക് ആക്കി കൊടുക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. മെയിൻലി അതാണ്. അപ്പോൾ കുറേ ആ പാർക്ക് ഫുള്ള് അവരിങ്ങനെ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആൾക്കാരൊക്കെ ഫുള്ളിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു, ചില്ല് ചെയ്യുന്നു, അത് തന്നെയാണ് കേട്ടോ മെയിൻ. അപ്പോൾ ടിബിലിസി സിറ്റി ഫെസ്റ്റ് അത് പറഞ്ഞല്ലോ, ഇത് എന്തിനാണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ആക്ച്വലി ഇവരുടെ ഒരു ആനുവൽ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് സംഭവം ഈ ജോർജിയയുടെ തന്നെ മെയിൻ ആ ഒരു കൾച്ചറിൻ്റെ സെൻറ്റർ ഓഫ് ഇതെന്ന് പറയുന്നത് വൈൻ മേക്കിംഗ് ആയതുകൊണ്ട് ഇവർ ഈ ഗ്രേപ്സൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടം സീസൺ ആകുമ്പോഴത്തേക്കും ആണ് ഈ ഒരു ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഹാർവെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ആനുവൽ സെലിബ്രേഷൻ.
അതാണ് മെയിൻലി ഈ ഒരു സെലിബ്രേഷൻ. ഇതിവർ എല്ലാ ഇയറും കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ ഇയറും ഇങ്ങനത്തെ മെയിനായിട്ടുള്ള സ്പോർട്സിൽ, സിറ്റി സ്പോർട്സിലൊക്കെ ഇവരിത് കണ്ടക്ട് ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ ആ മീറ്റ് ഗ്രില്ല് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ സ്റ്റോൾസിലും ഇത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് നൈറ്റ് ആവാനായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്നതാണ് കേബിൾ കാർ കേട്ടോ. നമുക്ക് മദർ ഓഫ് ജോർജിയയിൽ പോകാനായിട്ട് ഇവിടെ നമുക്ക് കേബിൾ കാറിലാണ് പോകേണ്ടത്. സോ ഇവിടെ നിന്ന് നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ കേബിൾ കാറാണ് ആ പോകുന്നത്. പിന്നെ ഇവിടെ ചെറുതായിട്ട് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഭയങ്കര ഇപ്പോൾ ഈ ഇതിൽ നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. കാറ്റും തണുപ്പൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ആ സ്റ്റോളിൻ്റെ ഏരിയയിലൊക്കെ വന്നു. പിന്നെ അവിടെ ഈ സെക്ഷൻ ഫുള്ള് അവർ വൈനാണ് സെല്ല് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ കേട്ടോ തോന്നിയത്. ഇതിൻ്റെ അങ്ങോട്ട് നമുക്ക് എൻഡ് വരെ പോകാൻ പറ്റും. സോ അവിടെ ഫുള്ള് വൈനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാ പീസ് ബ്രിഡ്ജിലെ ലൈറ്റൊക്കെ വന്നു. അതും അടിപൊളിയായിരുന്നു ഇവിടെ നിന്ന് കാണാനായിട്ട്. പീസ് ബ്രിഡ്ജിൽ മാത്രമല്ല, ചുറ്റിനും അവർ ലൈറ്റ്സും ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സെക്ഷൻ ഫുള്ള് വൈനായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയത്. അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് 2-3 കടകളിൽ ഇങ്ങനെ നോക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇതങ്ങനെ എന്ത് വരെ ഉണ്ട് കേട്ടോ. കുറേ ഷോപ്സ് ഉണ്ട് ഇങ്ങനെ. പിന്നെ നമ്മൾ അടുത്തിപ്പുറത്ത് വന്നപ്പോൾ വീണ്ടും അവിടെ ഫുഡിൻ്റെ സെക്ഷൻ. ഇവിടെ മെയിൻലി ഫുഡിൻ്റെ സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഫുഡ് മാത്രമേ ഇവിടെ കൂടുതലേ ഉള്ളൂ. അതാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ കുറേ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ സെയിം സംഭവം അത് തന്നെയാണ് ഇവിടെ ഫുൾ അവർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സംഭവം ബ്രെഡാണല്ലോ. അപ്പോൾ അതും ഇങ്ങനെ കുക്കാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. പിന്നെ ഇത് എന്ത് മീറ്റാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ചിക്കൻ ആയിരിക്കാം, ബീഫായിരിക്കാം, പോർക്കായിരിക്കാം, ചിലപ്പോൾ എല്ലാം ഉണ്ടാവാം. അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. കണ്ടിട്ട് എനിക്കത് ഇങ്ങോട്ട് മനസ്സിലായിട്ടും ഇല്ല കേട്ടോ. പിന്നെ അടുത്ത ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് മീറ്റിൻ്റെ കൂടെ അവർ കോണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തും പലതാണ് കണ്ടത് ഞാൻ. പിന്നെ അവിടെ ഫുള്ള് ഇത് തന്നെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ അധികം പോയില്ല കേട്ടോ. പിന്നെ തിരിച്ച് ബ്രിഡ്ജിലോട്ട് വന്നു. ബ്രിഡ്ജിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വേറെ ഒരു ബിറ്റ്വീനിലൊരു സ്റ്റെപ്പ് ഉണ്ട്. സോ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്പേസ്, വേറൊരു ഏരിയയും കൂടെ ഉണ്ട്. സോ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ബ്രിഡ്ജിലേക്ക് കയറി. കണ്ടോ, ബ്രിഡ്ജിൽ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓണായി. അതുപോലെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. മൊത്തത്തിൽ ഫുൾ അവർ ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടോ കാണാൻ. ഈ താഴെ കാണുന്ന ഏരിയ ഉണ്ടോ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സൈഡിലുള്ള സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അവിടെ പോകും. പക്ഷെ അവിടെ മെയിൻലി ഉണ്ടായിരുന്നത് കിഡ്സിൻ്റെ സെക്ഷനായിരുന്നു. ഫുള്ള് കിഡ്സിന് കളിക്കാനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. ഈ കുഞ്ഞി കാറ്, അതുപോലെ അവരുടെ ട്രംപോളിൻ, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളുമാണ് ഫുൾ അവിടെ ഉണ്ടായിരുന്നത്. ഫുള്ള് കിഡ്സ് ഏരിയ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോപ്കോൺ വിൽക്കുന്ന സ്റ്റോൾസ് ഉണ്ട്. എന്നൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം നാട്ടിലത്തെ പോലത്തെ സെയിം ആയിട്ട് തോന്നി. എല്ലാം ഓൾമോസ്റ്റ് അവിടുത്തെ തന്നെയാണ് എനിക്ക് ഇവിടെയും ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഇവൻ ആ ബലൂൺ കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സെയിം ആ ഒരു ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള പീസ് ബ്രിഡ്ജിൻ്റെ വ്യൂ. പക്ഷേ ഇവിടെ നിന്നാൽ നമുക്ക് ആ ലേക്ക് കുറച്ചും കൂടുതൽ നിയറായിട്ട് നിൽക്കും, കാണാനായിട്ട് പറ്റും. ബോട്ടും കാര്യങ്ങളൊക്കെ പോകണ കുറച്ചുകൂടെ നിയറായിട്ട് കാണാൻ പറ്റും. പിന്നെ അത് ആ സൈഡ് ഫുള്ള് ഈ കിഡ്സിൻ്റെ സംഭവങ്ങൾ തന്നെയാണ്, അവർക്കുള്ള റൈഡ്സും കാര്യങ്ങളും ഇതൊക്കെ.
പിന്നെ നമ്മൾ വീണ്ടും ബ്രിഡ്ജിൽ വന്നു. കാരണം നമുക്ക് മറ്റേ സ്ഥലത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മളിവിടെ കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും ബ്രിഡ്ജിൽ വന്നു. ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് ലൈറ്റ് കണ്ടോ, അത് ജോർജിയയുടെ ഫ്ലാഗിനെയാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും നേരത്തെ ഉള്ളതിനേക്കാളും ഡബിളായിട്ട് തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു. ആ റഷ് കാരണം തന്നെ അവിടെ ആരൊക്കെയോ കൊളാപ്സായി വീണിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും തിരക്കായിരുന്നു. കണ്ടോ, ഈ ലേക്കിൻ്റെ സൈഡിൽ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളും മൊത്തത്തിൽ ഇതൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ ഇവിടെ നിന്ന് നൈറ്റ് വ്യൂ. പക്ഷെ നമ്മൾ മുന്നേ വന്ന ടൈമിൽ നമുക്ക് നൈറ്റ് വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പീസ് ബ്രിഡ്ജിൽ നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് സമ്മർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലേറ്റായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഈ നൈറ്റ് വ്യൂ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നൈറ്റ് വ്യൂ കിട്ടി. കണ്ടോ, ഇപ്പോൾ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തു. ഇപ്പോൾ വീണ്ടും ലൈറ്റ്സ് ഓണായി. അപ്പം അങ്ങനെ കുറേ പ്രാവശ്യം അതൊക്കെ കണ്ടവിടെ നിന്നു. കുറേ നേരം അവിടെ നിന്ന് ഈ ബ്രിഡ്ജിലെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ശേഷം ഞാൻ വീണ്ടും നേരെ നമ്മുടെ സ്റ്റേജിൻ്റെ പ്രോഗ്രാം നടക്കുന്ന ആ സ്ഥലത്തോട്ട് പോകാം. ഒന്നും കൂടെ അവിടെ പ്രോഗ്രാം എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോയത്. დიდი მადლობა! Браво, Ачიკო, ძალიან დიდი მადლობა და არ შემიძლია არ აღნიშნა, რომ ჩვენს თბილისის ქალაქში, ყველაზე ლამაზში, ყველაზე ძვირფასში, ყველაზე საყვარელში გაგვიმა! გენაცვალეთ სიმღერა, რომელსაც შეგისრულებთ დიდი სიყვარული, ცხადი. მინდა იყო ჩემი ძე, არასდროს ჩახვიდე. Gavarte, erti dre, uscendo per gamze, me sabes cavande, giuro con il erti dre, uscendo per gamze. Guarda, siamo cosa sta, come va? Tu hai sicuro, sono gli sguardi adesso, ma cosa si viene?
കണ്ടു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പീസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്നു. എന്നിട്ട് ഞാനിങ്ങനെ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കുമാണ് നമുക്ക് ടെക്നിക്കലിലോട്ടാണല്ലോ പോകാനുള്ളത്. സോ അവിടേക്കുള്ള ബസ് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ കുറച്ച് നമുക്ക് നടക്കാനുണ്ട്. വേറൊരു സ്ട്രീറ്റിലാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത്. സോ നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ അങ്ങനെ അധികം നേരം നിന്നില്ല, നേരെ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് നടന്നത്. സംഭവം ഇതൊക്കെ ഇങ്ങനെ നിയർ ബൈ ആയിട്ട് വരുന്ന പ്ലേസാണ് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ ലൊക്കേഷൻ ഇട്ട് നടക്കുമ്പോൾ ഭയങ്കര ദൂരമുള്ളതായിട്ട് തോന്നും. പിന്നെ ഇതാ അവിടെയാണ് നമ്മുടെ പീസ് ബ്രിഡ്ജ്. അവിടെ നിന്ന് നമ്മളിപ്പോൾ നടന്നിട്ട് ഇങ്ങെത്തി. നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ, ഇതിൻ്റെ ഇടയിലൂടെ നിങ്ങൾക്ക് കാണാം. അവിടെയാണ് പീസ് ബ്രിഡ്ജ് ഉള്ളത്. അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ അന്ന് ക്ലോക്ക് ടവറിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ സെയിം ബസ് സ്റ്റോപ്പായിരുന്നു. നേരെ അതേ സെയിം ബസ്സിൽ കയറി നേരെ വീട്ടിലേക്കെത്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു അടിപൊളി ഡേ ആയിരുന്നു. ഒരു സെൽഫ് ഡേ ഔട്ട് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇപ്പം ഇതുപോലെ ടിബിലിസിയിലുള്ള ഒരു ഫെസ്റ്റ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് കാണാം. നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ ഗൂഗിളിൽ ഇട്ടിട്ടാണല്ലോ നടക്കുന്നത്. പക്ഷെ നടന്ന് ഇരുന്ന് നമ്മൾ ലാസ്റ്റ് എത്തിയത് ക്ലോക്ക് ടവറിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ബസ് കയറി വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.